നമ്മുടെ ജയറാം ഏട്ടൻ ഇപ്പോൾ എയറിലാണ് കേട്ടോ. താഴെ ഇറങ്ങാൻ സമയം കൊടുക്കുന്നില്ല. കിടിലൻ ട്രോൾ വീഡിയോസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പുള്ളി ചെന്നൈ സെറ്റഡ് ആണ്. പുള്ളിയുടെ അത്രയും വിനയമുള്ള ഒരു നടനെ നമ്മുടെ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് വിനയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നട്ടലിൽ ഇങ്ങനെ വളഞ്ഞു വരും. അമ്മാതിരി വിനയത്തിലാണ് പുള്ളി ഓരോ പരിപാടിയിലും അതുപോലെ തന്നെ പുള്ളിയുടെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്നത്. എന്താണ് നമ്മുടെ 2020 എന്ന സിനിമ മലയാളത്തിലെ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. ആ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ നമ്മുടെ ജയറാമിനെ കാണുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ പുള്ളി തന്നെ ഈ ഒരു സാധനവും പൊക്കിക്കൊണ്ട് വന്നത്, അതായത് ഒരു തമിഴ് ചാനലിന് പുള്ളി കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയില്ല. പുള്ളിക്ക് അന്ന് തമിഴ്നാട്ടിൽ വിശേഷപ്പെട്ട അയാളുടെ ഒരു ഫെസ്റ്റിവൽ, ആ ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടി ആ ഒരു സീൻ തന്നെ വേണ്ടെന്ന് വെച്ചെന്നുള്ള. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നുണയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ കുറേ കാലമായിട്ട് മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ജയറാമിൻ്റെ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ആ സിനിമ 8 നിലയിൽ പൊട്ടിയെന്നല്ല, പ്രൊഡ്യൂസർ അതോടുകൂടി കഷ്ടത്തിലായി. എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തൂടെയായിരുന്നു. പുള്ളിയുടെ ഓരോ ലീലാവിലാസങ്ങളും പുള്ളി ഓരോരുത്തരെ കാണുമ്പോഴുള്ള പുള്ളിയുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇയാളെപ്പോലെ വിനയമുള്ള ഒരാളും ഇയാളെപ്പോലെ കുനിഷ്ഠ ബുദ്ധിയുള്ള ഒരാളും വേറെ ഇല്ല എന്ന് വേണം പറയാൻ. എന്തായാലും നമുക്ക് ഈ തമിഴ് ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, അതായത് 2020 ക്ലൈമാക്സ് പോർഷനിൽ പുള്ളി എന്താണ് വരാഞ്ഞെന്നുള്ളത് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി പുള്ളി കാണിക്കുന്ന ആ ഒരു എന്താ പറയുക വ്യഗ്രത, പിന്നെ അത് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആൾക്കാരെ സൂചിപ്പിക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത, ഇതിന് നമ്മൾ വേറെ പേരാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. படம் என்ன ஒரு வாட்டி கூட பாருங்க. கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே. என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அப்போ அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். சார் எனக்கு தீபாவளി தான் മുഖ്യം. அப்படின்னா പോകണം. കേട്ടല്ലോ. അതായത് ഒരു സിനിമ മലയാളത്തിലെ മൾട്ടി സ്റ്റാർ ചിത്രം മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ എല്ലാ താരങ്ങളും ഒന്നിക്കുന്ന സിനിമയുടെ അവസാനത്തെ ക്ലൈമാക്സ് പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ദീപാവലിയാണ് പെരുസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി തമിഴ്നാട്ടിലേക്ക് അങ്ങ് പോയെന്നാണ് പറയുന്നത്. ഇനി ഇത് തമിഴ്നാട്ടിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ പറഞ്ഞ ഇനി നമ്മുടെ മലയാളികളോട് പറയുന്നത് എന്താണെന്ന് കേൾക്കട്ടെ. അതുകൂടെ ഒന്ന് കേട്ടോ. 2020 പടത്തിൽ ക്ലൈമാക്സിൽ സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ജയറാമേട്ടൻ മിസ്സിങ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ. ഞാൻ പറഞ്ഞിങ്ങനെ സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാമെന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ ഇത് എടുക്കെടുക്ക പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം ദിവസം തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി അന്ന്. അതായത് തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ദീപാവലിയാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഷൂട്ടിങ്ങിന്റെ ക്ലൈമാക്സ് പോർഷൻ വേണ്ടെന്ന് വെച്ചിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയെന്നാണ് പറഞ്ഞത്. ഇവിടെ മലയാളികളോട് പറഞ്ഞ എന്താണ്, എനിക്ക് ശബരിമലയിൽ പോകണം, അതുകൊണ്ട് ആ ഒരു സീൻ ഞാൻ വേണ്ടാന്ന് വെച്ചു. അതായത് ചെയ്യുന്ന സിനിമയുള്ളൂ, ചെയ്യുന്ന തൊഴിൽ, ആ തൊഴിലിനോട് ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യനാണ് ഇങ്ങേരെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത് ഞാൻ അനുഭവസ്ഥനാണത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്നാലും ഇനി ഈ 2 കൂട്ടരെ സൂചിപ്പിക്കുന്ന ചില പരിപാടികളുണ്ട്. ഇപ്പോൾ ജയറാമേട്ടൻ്റെ ഏറ്റവും പുതിയൊരു സിനിമ ഇപ്പോൾ നാളെ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ്. ഉർവശിയും ജയറാമും ഒക്കെ ആയിട്ടുള്ള ഒരു കോമഡി ത്രില്ലർ ജോണറിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷനിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവും ഈ ഒരു ഇന്റർവ്യൂവും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ. മലയാളം தமிழ்னா சேர்ந்தது ஆல்மோஸ்ட் சேம். மை மதர் டங் இஸ் தமிழ். அதனால வீட்லயே பேச தமிழானதுனால கொஞ்சம் கூட எனக்கு கம்ஃபர்ட் தமிழ். ரீசெண்டா தான் தெலுங்கு ஸ்வீட் லாங்குவேஜஸ். அதனாலே நான் மேக்ஸிமம் அந்த இப்போ கன்னடாவில் ஃபர்ஸ்ட் படம் நானே படிச்சு நானே டப் பண்ணேன். ஸோ நம்ம புது லாங்குவேஜ் கற்றுக்கிறது, புது இடத்துக்கு போகிறது, புது கல்ச்சர், புது ஃப்ரெண்ட்ஷிப், புது இது எல்லாமே. അല്ലേ ആ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ബട്ടൺ ഉണ്ടല്ലോ ഷർട്ടിന്റെ, ഈ ബട്ടൺ വരെ ഇട്ടിട്ട്
തൊണ്ടയെല്ലാം കൂടെ ഇങ്ങനെ മുറുകി ഇങ്ങനെ ഇരുന്നിട്ടാണ് ആ ഒരു ഡയലോഗ് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന സിനിമയുടെ ഒരു പ്രൊമോഷനിൽ വന്നപ്പോഴത്തേക്ക് അത് തമിഴ്നാട്ടുകാരെ സൂചിപ്പിച്ചത്, ഇന്നിപ്പം മലയാളികളെ സൂചിപ്പിക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അതെന്തായാലും നിങ്ങൾ തന്നെ ഇട്ടാൽ മതി. എന്തായാലും ആളേറി തന്നെയാണ് നോക്കിയത്. ഇല്ല, അങ്ങനെ ഇത് നിങ്ങൾ പറയുമ്പോൾ എന്തോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഇല്ല കേട്ടോ. ഇത് വളരെ സട്ടിലായിട്ട് അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഒരു പാലക്കാട് എപ്പിസോഡുണ്ട്. ഒരു 2 റീൽ ഫുള്ളായിട്ട് ഞങ്ങൾ പാലക്കാട് ഒരു ഇൻസിഡന്റിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കൂടിയിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ അത് ഭയങ്കര തമാശയായിരുന്നു. ഉർവശി, ഞാൻ, ബാക്കി ഇതിനകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ പാലക്കാടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് താണ്ട ഉണ്മയാന നടികർ അവിടെ ചെല്ലുമ്പോൾ അവരെ സൂചിപ്പിക്കും, ഇവിടെ വരുമ്പോൾ ഇവിടെ സൂചിപ്പിക്കും. 2020 എന്ന സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ ആശാൻ വരാഞ്ഞതിൻ്റെ 2 കാരണങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇതിന് നമ്മൾ എന്താണ് പറയേണ്ടത്? അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്രയും വിനയം കാണിക്കുന്ന ഒരു നടൻ്റെ ഈ പ്രവർത്തികൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ അല്ലേ? ഇതിപ്പോൾ എയറിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണെങ്കിലും ബാക്കി കമൻറ്റുകളൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നാളെ ജയറാമേട്ടൻ്റെ സിനിമ കണ്ടതിന് ശേഷം സിനിമയുടെ റിവ്യൂമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.